ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ലാക്മിയുടെ പുതിയ ഫേസ് ഇറ്റ് കോമ്പാക്റ്റിന്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പാക്റ്റിന്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് പേൾ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പോൾ ഇതിന്റെ മാർബിൾ അങ്ങനെ പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ പേൾ ആർക്കാണെന്ന് നോക്കുകയാണെങ്കിൽ സ്കിൻ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഫെയർ ആയിട്ടുള്ള സ്കിൻ ടൂണുകാർക്കാണ് പേൾ മാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ മാർബിൾ കോറൽ എന്നൊക്കെ പറഞ്ഞ പല ഷെയ്ഡ്സ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ആ ഒരു സ്കിൻ ടൂണും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എനിക്ക് തോന്നുന്നു 170 ആണ് ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 178 ആണ് ഷിപ്പിംഗ് കോസ്റ്റും സഹിതം കിട്ടിയിട്ടുള്ളത്. ആക്ച്വൽ പ്രൈസ് 170 ആണ്, പക്ഷെ ഫ്ലിപ്കാർട്ടിൽ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. എല്ലാം കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് 178 രൂപയ്ക്കാണ് ഷിപ്പിംഗ് കോസ്റ്റ് സഹിതം ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പാക്കേജിങ് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു പേപ്പർ ബേസ്ഡ് പാക്കേജിംഗ് ഉണ്ട്. അതായത് മെറൂൺ കളറാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ അവർ ആ ഒരു ലാക്മി ഫേസ് ഇറ്റ് കോമ്പാക്ട് എന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിട്ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാച്ചുറൽ ആൻഡ് ഈവൻ ആയിട്ടുള്ള സ്കിൻ ടൂൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് എക്സാക്ട്ലി റൈറ്റ് ആണ് കേട്ടോ. വളരെ സൂപ്പർ, എന്താ പറയുക, ഭയങ്കര ഫിനിഷ് നമുക്ക് നൽകുന്നുണ്ട്. ശരിക്കും ഇവർ പറയുന്ന പോലെ തന്നെ ആ ഒരു സൂപ്പർബായിട്ടുള്ള ആ ഒരു ഫിനിഷ് നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. എക്സാക്ട്ലി ശരിക്കും വളരെ സ്മൂത്ത് ആയിട്ടുള്ള സൂപ്പർ ഫിനിഷാണ് നൽകുന്നത്. അതുമാത്രമല്ല, നന്നായിട്ട് ഈവൻ സ്കിൻ ടൂൺ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഈവൻ സ്കിൻ ടൂൺ ആണ് നമുക്ക് നൽകുന്നത്. അല്ലാതെ ആ ഒരു പുട്ടിയടിച്ച എഫക്റ്റോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തോ നമ്മുടെ ഫേസിൽ ഇട്ടെന്നുള്ള ഒരു ഫീൽ നമുക്ക് ഒരിക്കലും ഫീൽ ആവത്തില്ല. അത് പറയാതിരിക്കാൻ പറ്റില്ല. എക്സാക്ട്ലി ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് ലുക്ക് അല്ലെങ്കിൽ ഗ്ലോയിങ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കോമ്പാക്റ്റ് ആണ്. ഇതേപോലത്തെ ഒരു ബോക്സിലാണ് വരുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പം ഇതിൽ തന്നെ ആപ്ലിക്കേറ്റർ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നോർമലി ലാക്മിയുടെ അല്ലെങ്കിൽ എല്ലാ കോമ്പാക്റ്റിനും ആപ്ലിക്കേറ്റർ ഉണ്ടല്ലോ. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേറ്റർ ആണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലാക്മിയുടെ ഈ ഒരു പേളിന്റെ കോമ്പാക്റ്റിന്റെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, പേൾ എന്ന് പറയുന്നത് ആ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 12 ഹവേഴ്സ് വരെ നമുക്ക് ആ ഒരു ഫിനിഷ് നമ്മുടെ സ്കിന്നിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിർത്തും കേട്ടോ. അപ്പോൾ 12 മണിക്കൂർ ഇത്രയും ഒരു ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് നൽകുന്ന നല്ലൊരു കോമ്പാക്ട് പൗഡർ ആണ്. അപ്പോൾ ബാക്ക് സൈഡിൽ അവർ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ പേൾ എന്നുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ത്രൂ ഔട്ട് ആ ഒരു 12 ഹവേഴ്സ് വരെ നല്ലൊരു മാറ്റ് ഫിനിഷ് ഒക്കെ നമുക്ക് നൽകും, അല്ലെങ്കിൽ ഈവൻ സ്കിൻ ടൂൺ ഒക്കെ നൽകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 9 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആക്ച്വൽ പ്രൈസ് 170 ആണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇപ്പോൾ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഓഫറിലൊന്നും അല്ല കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, 178 രൂപയാണ് ഷിപ്പിംഗ് കോസ്റ്റ് സഹിതം കിട്ടിയത്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ അത്രയും ക്യാഷൊന്നും ഓഫർ ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കാതെ വാങ്ങിച്ചത് തന്നെ. പിന്നെ നമുക്ക് ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ 3 വർഷത്തെ ഷെൽഫ് ലൈഫ് ആണ് കേട്ടോ ഇവർ നൽകുന്നത്. അതെന്തുകൊണ്ടും നല്ല കാര്യമാണ്, ഈ ഒരു പ്രൊഡക്റ്റിന് 3 വർഷത്തെ ഷെൽഫ് ലൈഫ് ഒക്കെ നൽകുന്നത്. അപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇതാണെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബേസ്ഡ് പാക്കിംഗ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ വൈസ് ഒക്കെ നമുക്ക് നോർമലി അറിയാമല്ലോ. ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേറ്റർ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ഓവർ ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈവൻ ആയിട്ടുള്ള ആ ഒരു ഫിനിഷ് നമുക്ക് കിട്ടുള്ളൂ. അതർവൈസ് നമുക്ക് എക്സാക്ട്ലി ആ ഒരു ഫിനിഷ് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ബ്രഷ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ബാക്കിൽ കൊടുത്തിട്ടുള്ള ഈവൻ ആയിട്ടുള്ള ലുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നാച്ചുറൽ ആയിട്ടുള്ള മിനറൽ പൗഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. അത് മാത്രമല്ല, നല്ലൊരു സ്മൂത്ത്നെസ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ എക്സാക്ട്ലി ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അവർ വീണ്ടും പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ ആൻഡ് ഈവൻ ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ് നൽകുന്നത്. ഇതൊക്കെ നമുക്ക് എക്സാക്ട്ലി കിട്ടുന്ന കാര്യം തന്നെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 170 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് എന്തുകൊണ്ടും വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ പ്രൈസയ്ക്ക് വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിന് വളരെ വർത്താണ്. ഒരിക്കലും നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് മെയ്ഡ് ഇൻ ഇന്ത്യ. ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലോ ലാക്മി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണ് വളരെ യോജിക്കുന്ന ഒരു കോമ്പാക്റ്റ് പൗഡർ ആണ്. അതായത് ഓരോ ഷെയ്ഡും ഞാൻ പറഞ്ഞു, മാർബിൾ ഉണ്ട്, കോറൽ ഉണ്ട്, പേൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്കിൻ ടോണ് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകും. ബാക്കി കാര്യങ്ങളൊക്കെ ടാക്സിൻ്റെ കാര്യവും ഡീറ്റെയിൽ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കോഷൻസ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എപ്പോഴും നമ്മൾ കോമ്പാക്റ്റ് ആയിക്കോട്ടെ, ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും മാക്സിമം നമ്മുടെ കണ്ണിലൊന്നും പോകാതെ നമ്മൾ സൂക്ഷിക്കുക. അതൊക്കെ നിങ്ങളൊന്ന് കെയർ ചെയ്യുക. പിന്നെ റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് പറയേണ്ട കാര്യം, നമ്മൾ സൺലൈറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് അടിക്കുന്ന ആ ഒരു ഏരിയയിലൊന്നും ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒന്നും വെക്കരുത്. എസ്പെഷ്യലി മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും നമ്മൾ വെക്കാൻ പാടില്ല.
നെക്സ്റ്റ് പറയേണ്ട കാര്യം കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ. അപ്പോൾ ഇത്രയും കോഷൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആ ഒരു കോമ്പാക്റ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നാച്ചുറൽ പേൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഔട്ടർ പാക്കിങ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. ഫൗണ്ടേഷനും ബേബി ക്രീമും നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു കോമ്പാക്റ്റ് അപ്ലൈ ചെയ്താൽ നല്ല ഡിഫറൻസ് അനുഭവപ്പെടും കേട്ടോ. രണ്ടിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോർഷനിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു കോമ്പാക്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം നമ്മുടെ നെക്കിലും ഫേസിലും ഡാബ് ഓവർ ചെയ്യുകയാണ്. അതിനുശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് ഫിനിഷ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് സ്പ്രെഡ് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഫൗണ്ടേഷൻ ഇട്ടപ്പം നമുക്ക് കിട്ടിയത്. നല്ലൊരു ഫിനിഷ് കിട്ടിയിട്ടുണ്ട്. എക്സാക്ട്ലി ഇവർ പറയുന്ന പോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഈവൻ ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത്. അതും 12 ഹവേഴ്സ് വരെ ലോങ് ലാസ്റ്റിങ്ങുമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ അതായത് ബി ക്രീം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. ദെൻ നമ്മുടെ നേരത്തെ പോലെ തന്നെ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലോണം ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ബി ക്രീമിൻ്റെ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഫൗണ്ടേഷനെക്കാളും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഈവൻ സ്കിൻ ടോൺ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂടുതൽ തരുന്നത് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല ഫൗണ്ടേഷൻ നിങ്ങൾ നോക്കി സെലക്ട് ചെയ്യുക. ഔട്ടർ പാക്കിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ പാക്കിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് പറയേണ്ട കാര്യം ഇവിടെ ഒരു ലാക്മി എന്നുള്ള സിൽവർ കോട്ടിങ്ങിൽ റിട്ടേൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിൽവർ ലെറ്ററാണ് കൊടുത്തിട്ടുള്ളത്, സിൽവർ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ ഒരു സൈഡിൽ ആ ഒരു സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്ത് വരാൻ പറ്റും. പിന്നെ പ്രൊഡക്റ്റ് പോകുന്നുള്ള പേടിയൊന്നുമില്ല, നല്ല ടൈറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണോ ചോദിക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് ബാഗിലൊക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനിയിപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബാഗിലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. ഭയങ്കര വലുപ്പമൊന്നുമില്ല, ഒരു മീഡിയം. നിങ്ങൾക്ക് അറിയാമല്ലോ കോമ്പാക്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വലുപ്പവും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആക്നിയുടെ റെഡ്നെസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കും കേട്ടോ. അതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുമാത്രമല്ല ഫ്രാഗ്രൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. പിന്നെ പെട്ടെന്ന് ബ്ലെൻഡ് ആവും. 12 ഹവർ വരെ നമുക്ക് ആ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനിഷ് നമ്മുടെ സ്കിന്നിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നല്ല വശങ്ങളൊക്കെ. അപ്പോൾ വളരെ നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള കോമ്പാക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാം. നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി നമുക്ക് ഒന്നുകൂടെ നല്ലൊരു ഫിനിഷ് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒരു കോമ്പാക്റ്റ് മാത്രം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ പോലും ആ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടുന്നുണ്ട്. അല്ലാതെ ബി ക്രീം അപ്ലൈ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് നല്ല ഡിഫറൻസ് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ലാക്മിയുടെ കോമ്പാക്ട് പൗഡറിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.